എന്നെ അനുഗമിക്കാം, എന്നെ അനുഗമിക്കാം, അല്ലെ? അത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്, എന്നെ അനുഗമിക്കാം. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പിന്തുടരുക, അല്ലെ? പിന്തുടരുക, എന്റെ പിന്നാലെ വരിക, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നിരീക്ഷിക്കാറുണ്ട്. ഇപ്പൊ ഒരാള് എന്റെ പുറകെ വരാൻ പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിക്കും, ആ ആള് എങ്ങനുണ്ട്, ആ ആളുടെ സ്വഭാവം എങ്ങനുണ്ട്, അല്ലെ? ആ ആളിന്റെ കൂടെ പോയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നിങ്ങൾ ഈ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഒന്ന് ഓർത്തു നോക്കി. കർത്താവിൽ എന്താ പറയാനുള്ളത്? ലോകപ്രകാരം നോക്കിയാൽ ഒരു വീടില്ല, വലിയ സ്റ്റാറ്റസ് ഒന്നും നാട്ടിലില്ല. 4 പേര് കൂടിയാൽ ചായക്കടയിൽ ഇരുന്ന് കൂടുന്ന മുഴുവൻ ആൾക്കാർക്കും യേശുവിനെ പറ്റി എഗെയിൻസ്റ്റേ പറയാനുള്ളൂ. എന്തെങ്കിലും ഉണ്ടോ ശ്രേഷ്ഠത പറയാൻ? ഉണ്ടോ? എന്തെങ്കിലും ഗുണഗണങ്ങൾ പറയാനുണ്ടോ? ഇപ്പൊ മുഖ്യമന്ത്രി വിളിച്ചാൽ, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി വിളിച്ചാൽ നമ്മളൊക്കെ എന്തോ ചെയ്യും? വാ എന്ന് വിളിച്ചാൽ നമ്മളൊക്കെ പുറകെ പോയി. കാരണം എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ സാധ്യത എവിടെയൊക്കെ കിട്ടും, പരിഗണന കിട്ടും. അത് പ്രധാനമന്ത്രി ആയാലോ, അതൊരു രാജ്യത്തിന്റെ രാജാവായാലോ, അതിന്റെ വലിപ്പം വലുതല്ലേ, അതിന്റെ പദവി വലുതല്ലേ, അതിന്റെ ശ്രേഷ്ഠത വലുതല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചത് പല സാഹചര്യം നിന്നുകൊണ്ടാണ്. പത്രോസിനെ ഒക്കെ വിളിക്കുമ്പോൾ പത്രോസ് മീൻ പിടിക്കുകയാണ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ പത്രോസും അന്ത്രയോസും ഒക്കെ മീൻ പിടിച്ചെടുത്തുന്ന യേശുവിനെ കണ്ടത്. യാക്കോബനും യോഹന്നാനും മീൻ പിടിച്ച് വല കഴുകുന്ന സമയത്താണ് യേശുവിനെ അറിയുന്നത്. യേശു അവരോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരാൻ പറയുന്നു. ഫിലിപ്പോസിനെ പറ്റി കാണുമ്പോൾ ഗലീലയിലേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചപ്പോഴാണ് യേശുവിന്റെ കോളിങ് അവന് വരുന്നത്. മത്തായിയെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചുങ്കം പിടിച്ചോണ്ടിരുന്ന സ്ഥലത്തു നിന്നാ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ എന്തു ചെയ്യാം? മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പേര് പറയാത്ത ഒത്തിരി ശിഷ്യന്മാരെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരാളോട് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ എന്തു ചെയ്യണം? എന്നെ അനുഗമിക്കാൻ പറയുന്നു, അല്ലെ? മറ്റൊരു വേദഭാഗത്തിൽ പറയുന്നു, തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശ് എടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ അനുഗമിക്കാൻ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശ് എടുക്കണം. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കണമേ, ഈ വേദഭാഗങ്ങളെല്ലാം നമ്മുടെ ഭൗതിക ജീവിതത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിനോടൊന്നും യോജിച്ചു പോകാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ ഇതിനൊക്കെ എതിരാണ്. യേശുവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചവർക്ക് എന്ത് കിട്ടി? അവർക്കെല്ലാം നഷ്ടമായി. പല കാര്യങ്ങളും അവർക്ക് നഷ്ടമായി. ലോകപ്രകാരം നോക്കിയാൽ പല കാര്യങ്ങളും അവരുടേതായ വ്യക്തിപരമായ ജീവിതത്തിൽ അവര് ലോകം നോക്കിയാൽ മണ്ടന്മാർ, ഭോഷന്മാർ എന്ന് പറയും, അല്ലെ? എന്തുമാണ് നീ കാണിക്കുന്നത്? എന്തിന്റെ പുറകെ പോകുന്നത്? പലതും പറയും. എന്നാൽ ഇന്ന് പലക്കാലം ഓർത്തു നോക്കി, യേശുവിനെ അനുഗമിച്ചവർക്ക് സകലതും ഉപേക്ഷിക്കേണ്ടി വന്നു. 2, പീഡനങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും, ഒത്തിരി ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു, ഒത്തിരി അപകടനങ്ങൾ നേരിടേണ്ടി വന്നു, ഒത്തിരി തിരസ്കരങ്ങൾ നേരിടേണ്ടി വന്നു. ചിന്തിച്ചു നോക്ക് പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കാറുണ്ട്, അല്ലെ? നമ്മളെപ്പോഴും അളത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാറുള്ളൂ? സംസാരിക്കാറുള്ളൂ. അവിശ്വാസികളായിട്ടുള്ളവരുടെയൊക്കെ മുമ്പിൽ വളരെ നമ്മൾ കെയർഫുൾ ആണ്. ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ പോലും നമ്മൾ ലക്ഷിക്കുന്ന സാഹചര്യമില്ല. നമ്മളെയൊക്കെ പിൻതലമുറയെ ഓർത്ത് നോക്കി, പൂർവ്വ പിതാക്കന്മാരെ ഓർത്ത് നോക്കിക്കേ, വിശ്വാസത്തിന് വേണ്ടി നിന്നവരെ ഓർത്ത് നോക്കിക്കേ, സുവിശേഷത്തിന് വേണ്ടി നിന്നവരെ ഓർത്ത് നോക്കിക്കേ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, അല്ലേ? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വിശ്വാസത്തിന് വേണ്ടി വിവാഹം പോലും. ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെയുള്ള ആൾക്കാര്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്? മറ്റു മാന്യമായ ശ്രേഷ്ഠമായ എന്തെങ്കിലും ലോകപ്രകാരം പോയ കിട്ടും. ഉയർച്ചകൾ എത്ര കിട്ടും? ഈ യേശുവിന്റെ പുറകെ പോയാൽ എന്താ കിട്ടുന്നത്?
എന്താ കിട്ടുന്നേ? എന്ത് ബാലൻസ് ഉണ്ട്? പത്രോസേ, നീ കുറെ പോയല്ലോ. അന്ത്രയോസേ, നീ കുറെ സഞ്ചരിച്ചല്ലോ. യാക്കോബേ, നിനക്ക് എന്ത് കിട്ടി? യോഹന്നാനെ, നീ എന്ത് നേടി? കർത്താവിന് വേണ്ടി നിന്നവർക്ക് വീട് പോലും കിട്ടിയിട്ടില്ല. വീട്ടില് ഹല്ലേലൂയ അവൻ നല്ല സ്വത്ത് കിട്ടിയിട്ടില്ല. നമ്മുടെയൊക്കെ ആദ്യ കാലങ്ങളിൽ അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ദൂഷ്യങ്ങളും ആടിയും പീഡിയും എല്ലാം സഹിച്ച ഒരു പിതാക്കന്മാർ നമ്മുടെയൊക്കെ പിന്നിലുള്ള പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ത്യാഗം സഹിച്ചു നിന്നത്? എന്തുകൊണ്ടാണ് സഹിച്ചു നിന്നത്? അവർ ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞു. റിയാലിറ്റി അവർ തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? നമ്മളെ പോലെ വിദ്യാഭ്യാസമൊന്നുമില്ല. കടൽ കടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയം. നമ്മൾ ഉപയോഗിക്കുന്ന കറൻസികൾ എത്ര കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് സംശയം. നല്ല വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് സംശയം. എന്താ ഇങ്ങനെ ഇത്ര തീഷ്ണതയോടെ നിൽക്കാൻ കാരണം? എന്താ ഇത്ര ഊർജ്ജസ്വതയോടെ നിൽക്കാൻ കാരണം? ഒറ്റ മീറ്റിംഗ് മുടക്കത്തില്ലായിരുന്നു. എന്റെ ബാല്യകാലത്തിനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിതാക്കന്മാരൊക്കെ പറയുന്നേ, എന്റെ വീട്ടിൽ തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്. ചൂട്ടും കത്തിച്ച് പോകുമായിരുന്നു. രാത്രി 12-1 മണിയാവും അവിടുത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ. തിരിച്ചു വീട്ടിൽ വരുമ്പോ വെളുപ്പിനെയാവുന്നു. രാവിലെ പണിക്കിറങ്ങിയാല് വീട് ഓടത്തുള്ളൂ. അത്രമാത്രം ഊർജ്ജതയോടെ നിന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടാണോ? എന്താ ഇതിന്റെ ബെനിഫിറ്റ് എന്നറിയാമോ? ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാക്യം വായിക്കാം. പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ ഞാൻ ആരാ? വായിച്ചിട്ടുണ്ടോ ആ വാക്യം? വായിച്ചിട്ടുണ്ടോ? ആ, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ ഞാൻ ആരാ? 2 കൊരിന്ത്യൻ ലേഖനത്തിൽ ആ വാക്യം കിടക്കുന്നത്. അരിഷ്ടനാണ് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് മറ്റേതോ ഒന്നില്ലേ? അതിന്റെ അപ്പുറത്ത് മറ്റേതോ ഒന്നില്ലേ? അതെന്തുവാ? വരുവാനുള്ള ലോകം. ഈ അരിഷ്ടൻ എന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഭാഗ്യദോഷി. അല്ലേ? ഇന്ന് പകൽക്കാലം ഓർക്കണേ, പലരും ക്രിസ്ത്യാനികൾ എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ. എന്തിനാ യേശുവിനെ അനുഗമിക്കുന്നത്? എന്റെ രോഗമൊന്ന് മാറണം. എന്തിനാ യേശുവിന്റെ കൂടെ പോകുന്നത്? എന്റെ കടഭാരം ഒന്ന് മാറണം. എന്താ യേശുവിനെ വിളിക്കുന്നത്? എന്താ യേശു സൗഖ്യമാക്കത്തില്ലേ? യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യേശു രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ യേശുവിന്റെ കൂടെ കൂടിയ ആളുകൾ, ഈ മാജിക്ക് കാണാനൊക്കെ കൂടിയ ആൾക്കാരുണ്ടായിരുന്നു. എന്താ മാജിക്ക്? 5 അപ്പം കൊണ്ടുവരുമ്പോ 12 കൊട്ട ഏതാണ്ട് ബാക്കി വന്നു. മഞ്ചത്തേലൊന്ന് തൊട്ടപ്പോഴത്തേക്കിനും മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിക്കുന്നു. അല്ലേ? കണ്ണ് സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ അലർന്നു, അങ്ങനെ മിറക്കിൾ നടക്കുന്നു. ഇത് കാണാൻ തന്നെ ആൾക്കാർ വരുമായിരുന്നു. മനസ്സിലായോ? പലരും യേശുവിനെ പല രീതിയിലാണ് മനസ്സിലാക്കിയത്. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും എങ്ങനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഒന്നും കൂടെ ഒന്ന് വിലയിരുത്തണം. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ അവനെ പറ്റി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അവൻ അരിഷ്ടനെന്നാ പറയുന്നു. ഭാഗ്യദോഷിയ അല്ലേ? ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവം ഏറ്റവും മനോഹരമായ ഒരു തോട്ടം, ഒരു ഉദ്യാനം ഉണ്ടാക്കി.
അതായിരുന്നു ഏദൻ തോട്ടം. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? മനുഷ്യൻ സുഖമായിരുന്നു. മനുഷ്യന് ഒരു ടെൻഷനുമില്ല, ഒരു സ്ട്രെസ്സുമില്ല, അധ്വാനമില്ല, ശരീരം വേർക്കണ്ട, തോട്ടം നനയ്ക്കുക, അതിനെ സൂക്ഷിക്കുക, അല്ലേ? ഫലപ്രദമായ എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ അകത്ത് ഒരുക്കി. എന്നാൽ എന്തു ചെയ്തു? മനുഷ്യൻ അത് മുഴുവൻ നശിപ്പിച്ചു. ഒത്തിരി ഒന്നും ചെയ്തില്ല, ചെറിയൊരു അനുസരണക്കേട്. ഇത് വേൽക്കാലം അത് വലിയൊരു ലോകമായിരുന്നു, അല്ലേ? അത് ഭയങ്കര ഒരു ലോകമായിരുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ജീവനും ഭക്തിക്കും എല്ലാം തന്നിട്ടുണ്ട്. എല്ലായിടത്തും ദൈവത്തിന്റെ ഒരു കെയറിങ് നമുക്കുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്, ദൈവത്തിന്റെ ഒരു സംരക്ഷണം നമുക്കുണ്ട്. എല്ലാം അനുദിനവും ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇത് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും അനിഷ്ടരാണ്, ഭാഗ്യദോഷികളാണ്. എന്തോ ഒന്ന് നഷ്ടപ്പെടുത്തി വേറെ ഒന്നുമില്ലാത്ത നിലനിൽക്കാത്തതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. എന്താ യേശുവിനെ അനുഗമിച്ചവർക്ക് കിട്ടിയ ബെനിഫിറ്റ്സ്? എന്താ കിട്ടുന്ന ബെനിഫിറ്റ്? ഒന്ന് നിത്യജീവൻ. എന്താ? നിത്യജീവൻ. രണ്ട്, പാപമോചനം. ഇതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാവുന്നതാണ്. എന്താ നിത്യജീവൻ? എന്താ നിത്യജീവൻ? എന്തുവാ? നിത്യമായി നിലനിൽക്കുന്നതാ. ഈ ലോകത്ത് എന്താ ഉള്ളത്? ഏതെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? രണ്ട്, പാപമോചനം. ആർക്കാ പാപമോചനം തരാൻ കഴിയുന്നത്? പാപമില്ലാത്തവന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പാപം മോചിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതിനാ സ്വർഗത്തിന്റെ ദൈവം അതിനുള്ള സംവിധാനം തെരഞ്ഞെടുത്തത്. ആദ്യകാലത്ത് പുരോഹിതനെ ദൈവം നോക്കി. പുരോഹിതൻ പല കർമ്മങ്ങളും പലതും നോക്കി, നടക്കുന്നില്ല. ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു, ജനത്തെ ദൈവത്തെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കി, നടക്കുന്നില്ല. രാജാക്കന്മാരെ കൊണ്ടുവന്നു, നടക്കുന്നില്ല. നല്ലപോലെ രാജഭരണം നടത്തി ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും പാപത്തിൽ ജീവിക്കുന്നവരാണ്. പ്രവാചകന്മാരെ കൊണ്ടുവന്നു, അസാധാരണ പ്രവചനങ്ങൾ നടത്തി. യോന, ഇരമ്യാവ്, യെശയ്യാവ്, യെഹെസ്കേൽ എന്ന് പറയുന്ന പ്രവാചകന്മാർ ശക്തമായി ദൈവിക അരുളപ്പാടുകൾ അറിയിച്ചു. ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗ കോടതിയിൽ ഒരു വലിയ സമ്മേളനം നടന്നു. ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? പുത്രൻ ആ ദൗത്യം ഏറ്റെടുത്തു. ഞാൻ പോകാം. ആ പുത്രൻ ഈ താണലോകത്തിലേക്ക് വന്നു. പാപഭംഗുരമായ ഒരു ജീവിതത്തിനായി അനേക ത്യാഗങ്ങൾ സഹിച്ചിട്ട് ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ആ കർത്താവിന് എങ്ങനെയാ പ്രിയമുള്ളവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇന്ന് പകൽ ഒന്നുകൂടെ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ചിന്ത കുറെ പണമുണ്ടെങ്കിൽ എല്ലാം ആകുമെന്നാണ്, അല്ലേ? പണത്തിനും എത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഒരു വീടിന് പകരം 10 വീടുള്ള മനുഷ്യന്മാര് ആത്മഹത്യ ചെയ്യുന്നില്ലേ? ചിലരൊക്കെ പറയുന്നു, അങ്ങനെ നോക്കി 12 വണ്ടി, അല്ലേ? എല്ലാം ഉണ്ടായിട്ട് യേശു ഇല്ലെങ്കിൽ പിന്നെ ശൂന്യമാണ്. സ്വന്തമായി ലൈസൻസ് വരെ നോക്കിന് ഇത്ര വലിയ ഉന്നതമായ നിലയിൽ ജീവിക്കുന്നതാ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടി ഭാഗ്യകരമായ അവസ്ഥ. ചിന്തിച്ചു നോക്കിക്കേ. പേരിൽ മാത്രം ക്രിസ്ത്യാനി, ആണ്ടിലൊരിക്കൽ പള്ളിയിൽ പോകും, ഈസ്റ്ററിന് അല്ല ക്രിസ്മസിന്. ചിലരെയൊക്കെ ധാരണ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ വെള്ളം അടിക്കുക എന്നുള്ളതാണ്. പലർക്കും ഇതെന്താ അതുപോലും അറിയാത്ത ക്രിസ്ത്യാനികൾ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിലുണ്ട്. എന്താ ഞാൻ മുൻപുള്ള തലമുറയെ കാണിച്ചത്? മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ തലമുറയിൽ കേൾക്കുന്നത് എന്തുവാ? യേശു ഇല്ലാതാ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, ഒരു കുഞ്ഞ് കൂടെ പഠിച്ച ഒരു കുഞ്ഞ് സൂയിസൈഡ് ചെയ്തു.
ഇന്നതിന് പ്രായമൊന്നും ഒരു വിഷയമല്ല. എന്താ? യേശുവില്ല. യേശു ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്, യേശു ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം മുഴുവൻ സന്തോഷത്തെ പറ്റിയാണ് പറയുന്നത്. 3-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് എന്തുവാ? ഞാനല്ല ചപ്പം തെരഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ചവറം തെരഞ്ഞുകൊണ്ടിരിക്കുക. എടാ, ഡിഗ്രി എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനാ. എത്രത്തോളം ഡിഗ്രി ഈ ലോകത്ത് ആ കാലഘട്ടത്തിൽ കിട്ടുമോ അതെല്ലാം പിടിച്ചെടുത്ത മനുഷ്യനാ. യഹൂദ മതത്തിലെ ഏറ്റവും തലതൊട്ടപ്പൻ എന്ന് പറയാം തന്റെ ഫാമിലി. സ്വന്തമായി എല്ലാ സംവിധാനവും വീട്ടിലുണ്ടായിരുന്ന മനുഷ്യനാ. ഇതെല്ലാം വലിച്ചെടുത്തിട്ട് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ അരിഷ്ടൻ എന്ന് പറയണമെങ്കിൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര മാറ്റമാണ് ഉണ്ടായത്. ആരാധനയ്ക്ക് വരുമ്പോ മാത്രം കർത്താവെ കർത്താവെന്ന് വിളിച്ച് പരിപാടിക്കുന്നുണ്ട്. ആട്ടി ഉറച്ച് വിശ്വസിക്കണം. എന്തെങ്കിലും കിട്ടുമെന്നുള്ള നിലയിലല്ല. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, എന്ത് ആയാലും ആയില്ലെങ്കിലും, എന്ത് നേടിയാലും നേടിയില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ഞാൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി, എന്റെ അപ്പന് വേണ്ടി അവസാനം നിൽക്കുമെന്ന് ഇന്ന് പകൽ തീരുമാനം എടുക്കണം. പ്രിയമുള്ളവരെ, നിന്റെ പത്രോസ് ചോദിക്കുന്നുണ്ട്, നിന്റെ പുറകെ വന്ന ഞങ്ങൾക്ക് എന്നെ കിട്ടും അല്ലേ? നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ആളുകളുടെ കൂടെ പോകാനല്ലേ? ആര് ഓഫർ ഇട്ടാലും നമ്മളൊക്കെ അതിന് വില കൊടുക്കത്തില്ലേ? എന്നാൽ ലോകപ്രകാരം യേശുവിനെ നോക്കിയാൽ അങ്ങനെ ഒരു സ്കോപ്പ് നിനക്ക് കിട്ടത്തില്ല. എന്നാൽ നീ ചിന്തിക്കാത്ത ചിലത് തരാൻ എന്റെ യേശുവിന് കഴിയും. നീ കാണാത്തത് നിന്നെ കാണിപ്പിക്കാൻ എന്റെ കർത്താവിന് കഴിയും. ഇന്ന് പകൽക്കാലം ഈ ലോകം കൊണ്ട് തീരുന്നതല്ല എന്റെ നിന്റെ ജീവിതമെന്ന് ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയണം. ഈ ലോകത്തിന് വേണ്ടി ഉള്ളവരല്ല, ഈ ലോകക്കാരല്ല. ഈ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നമ്മെ പകക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്താ പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുന്നത്? ഇന്ന് പകൽക്കാലം ഞാൻ വാക്ക് നിർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് ഒന്ന് അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ ആ ആ ആ ആ ആ മതി. ഈ 3-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ ഇന്ന് വീട്ടിൽ പോയി വായിക്കണം. ഫിലിപ്പിയ ലേഖനം, എഫേസ്യ ലേഖനം ഒക്കെ മനപ്പാഠമാക്കാൻ പറ്റുമെങ്കിൽ മനപ്പാഠമാക്കാം. ഏറ്റവും കാതലുറ്റ ലേഖനങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയെങ്കിൽ ആരാ ഈ പറയുന്നത്? ആരാ ഈ പറയുന്നത്? ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് എഴുതുക? ഇത് പട്ടുമത്തെ കിടന്നുകൊണ്ടൊന്നും എഴുതുന്ന ലേഖനമൊന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ. ഏറ്റവും സുഖ സൗകര്യത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് എഴുതുന്ന ലേഖനമൊന്നുമല്ല. കയ്യും കാലും ആമത്തിലിട്ട് കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണ്. അവിടെ കിടന്നുകൊണ്ട് എങ്ങനെ സന്തോഷത്തെ പറ്റി ചിന്തിക്കാൻ പറ്റും? അവിടെ കിടന്നുകൊണ്ട് എങ്ങനെ സമാധാനത്തെ പറ്റി ചിന്തിക്കാൻ കഴിയും? ഇന്ന് ലോകത്തിൽ ഹല്ലേലൂയ എല്ലാവർക്കും പണമുണ്ട്, എല്ലാവർക്കും എല്ലാ മാന്യതയും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ദൈവം തന്നിട്ടുണ്ട്. എല്ലാവിധമായ വഴികളും സൗകര്യങ്ങളും ദൈവം തുറക്കുന്നുണ്ട്. എന്നാൽ പല കുടുംബങ്ങളിലും സമാധാനമില്ല, പലയിടത്തും സ്വസ്ഥതയില്ല, സന്തോഷമില്ല, ആശ്വാസമില്ല. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല എന്റെ സമാധാനം. എടാ, ലോകം മുഴുവൻ എനിക്ക് നേരെ നിന്നു, ഹല്ലേലൂയ, എന്നെ കളിയാക്കി, ഹല്ലേലൂയ, വേശ്യാപുത്രൻ എന്ന് പറഞ്ഞു, പലതും പലതും പറഞ്ഞ് 4 പേരെ കൂടുന്ന നാൽക്കവലെ നിന്നുകൊണ്ട് പലതും പലതും പറഞ്ഞ് എന്നെ അവഗണിച്ചു, എന്നെ തിരസ്കരിച്ചു. ഇതാ ലോകം തന്നത്. എന്നാൽ ഇത് പകൽക്കാലം എന്നിട്ടും എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ, എനിക്ക് അവരോട് പൊറുക്കാൻ കഴിഞ്ഞെങ്കിൽ, അതിനെയൊക്കെ സഹിഷ്ണുതയോട് നേരിട്ടെങ്കിൽ, അതിനെയൊക്കെ സൗമ്യതയോട് നേരിട്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ക്രിസ്തു ശിഷ്യന്മാരായ ദൈവത്തിന്റെ മക്കളെ, ഈ ക്രിസ്തുവിനെ ഇഷ്ടമാണോ? ഈ ക്രിസ്തുവിനെ ഇഷ്ടമാണോ? ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവ്. ഇന്ന് പകൽക്കാലം ഈ കർത്താവിന്റെ ശിഷ്യനാകാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം ലോകത്തിൽ നോക്കിയാൽ ഒത്തിരി മഹാരഥന്മാർ പൊങ്ങി വന്നിട്ടുണ്ട്, ഒത്തിരി കഴിവുള്ള ചക്രവർത്തിമാർ പൊങ്ങി വന്നിട്ടുണ്ട്.
കരുത്തുറ്റ ആലുലിയ ഭരണാധികാരികൾ ഈ ലോകത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ കാലഘട്ടം ഒരു ബ്രാക്കറ്റ് പീരീഡ് കൊണ്ട് തീർന്നെങ്കിൽ അല്ലെ ചരിത്രത്തെ AD എന്ന് BC എന്ന് തിരിച്ചുകൊണ്ട് ആലുലിയ ഈ കാലം അത്രയും കഴിഞ്ഞ 2000-ലധികം വർഷമായി കോടാനും കോടി ആലുലിയ അനുയായികൾ ഉള്ളതാണ് എന്റെ യേശുവിന്റെ നാമം. ഒരു വലിയ കൂട്ടം ആളുകൾ ഇന്ന് കല്ലറയിൽ വിശ്രമിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി മരിച്ച് ഒടുങ്ങിയ ഒത്തിരി ഹല്ലേലൂയ രഥന്മാർ കല്ലറകളിൽ താമസിക്കുന്നു. ലോകം കല്ലറകളിൽ മണ്ണിൽ ഒടുങ്ങിയപ്പോൾ ഇന്ന് പകൽക്കാലം ലോകം അവർക്ക് ഹല്ലേലൂയ അനുകൂലമായിരുന്നില്ല. ഇന്ന് പകൽക്കാലം എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കുന്ന പലതും അല്ലെ മാന്യമെന്ന്, അല്ലെ ഭാഗ്യമെന്ന്, അല്ലെ സന്തോഷം തരുന്നത്, അല്ലെ ആശ്വാസം തരുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഓർത്തോണം, അതെല്ലാം എതിരാകും കേട്ടോ. എപ്പോഴും ഓർത്തോണം, പണത്തെ സ്നേഹിച്ചാൽ എന്താ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും നമ്മുടെ ചിന്തയും നമ്മുടെ എല്ലാ സാധനവും അവിടെ ആയിരിക്കും അല്ലെ. അതാ വലുതെന്ന് കാണുമ്പോൾ അതിന്റെ അകത്ത് ഇച്ചിരി ഏറ്റക്കുറച്ചിൽ കഴിയുമ്പോഴത്തേനും നമ്മുടെ സന്തോഷം തീർന്നു. ഏതൊരു കാര്യം എടുത്തോ, ബന്ധങ്ങൾ എടുത്തോ, ബന്ധങ്ങൾ, അതിന്റെ അകത്ത് വിള്ളൽ വരുമ്പോഴത്തേനും നമ്മുടെ സന്തോഷം തീർന്നു. ചിലരുടെ സന്തോഷം മുഴുവൻ ജോലിയിലാണ്, അതിന്റെ അകത്ത് എന്തെങ്കിലും എടുത്ത് വരുമ്പോഴത്തേക്കും തീർന്നു. ഇന്ന് പകൽക്കാലം എവിടെയാ നമ്മുടെ സന്തോഷമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മടങ്ങി വരണം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി എന്ന് ഞാൻ നിങ്ങളോട് പിന്നെ പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ഈ കാലത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടിയല്ല ഞാനും നിങ്ങളും നിങ്ങളും ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഓർത്തുകൊണ്ടും ഈ ലോകം കൊണ്ട് തീരുന്നതല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇനിയും 1000 ആണ്ട് കർത്താവിന്റെ കൂടെ വാസം ചെയ്യുന്ന ഒരു കാലമുണ്ട്. എത്ര പേർ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്? കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വഞ്ചനയില്ലാത്ത, നിരാശപ്പെടലില്ലാത്ത, അസമാധാനമില്ലാത്ത, ചതിവില്ലാത്ത ഒരു ലോകം എനിക്കായി നിങ്ങൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്? എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? ഒന്ന് വായിച്ച വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. മതി. സമാധാനത്തിന്റെ യുഗം, ഭൂമിയിൽ യുദ്ധങ്ങളോ കലഹങ്ങളോ ഇല്ലാത്ത അത്ഭുതകരമായ ഒരു യുഗം പിറക്കാൻ പോവുകയാണ്. സാത്താൻ ബന്ധിക്കപ്പെടുക. ഇന്ന് സാത്താൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുക, ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക, ആളുകളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കുക, കുടുംബങ്ങളിൽ അസമാധാനം വാരി വിതറിയിട്ടുകൊണ്ടിരിക്കുക, കുടുംബങ്ങളുടെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിനെല്ലാം ബന്ധിക്കാൻ പോകുന്ന ഒരു യുഗം പിറക്കാൻ പോവുകയാണ്. ഇതുപോലെക്കാലം വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. 3-ാമത് ക്രിസ്തുവിന്റെ നേരിട്ടുള്ള ഭരണം വരാൻ പോവുകയാണ്. യേശു ക്രിസ്തു ഭൂമി രാജാവായി നേരിട്ട് ഭരണം നടത്തും. നീതിയും ന്യായവും ഹല്ലേലൂയ ആയിരിക്കും ഭരണത്തിന്റെ അടിസ്ഥാനം. ഇന്ന് അനീതിയും ഹല്ലേലൂയ അസന്മാർഗമായ നിലയിലുള്ള പലതും പല പണത്തിന്റെയും ആധിപത്യത്തിന്റെ സ്വാധീനത്തിന്റെ പിന്നിൽ അനീതിയും എല്ലാം ഒന്നും നീതി നടക്കാതിരിക്കുന്ന മേഖലകളിൽ നീതിയോടെ ന്യായം വിധിക്കുന്ന കാലം നമ്മുടെ മുമ്പിൽ വരാൻ പോകുക. സൃഷ്ടികളുടെ വീണ്ടെടുപ്പിന്റെ കാലം മുമ്പിൽ വരാൻ പോകുക. ഹല്ലേലൂയ. ആയുർദൈക്യത്തിന്റെ കാലം വരാൻ പോകുക. ഇന്ന് ആയുസില്ല. എത്ര ആയുസ്? 70, 80 എന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ടെങ്കിലും അത്രയും പോകാത്ത കാലമാ. എന്നാൽ 1000 ആണ്ട് വാസം നമ്മുടെ മുമ്പിൽ വരാൻ പോകുക. നീതിയുടെ പുനഃസ്ഥാപനം നമ്മുടെ മുൻപിൽ വരാൻ പോകുക. എന്നാൽ ആ വായിച്ച വാക്യത്തിൽ ഒരു കാര്യം കണ്ടോ? ഹല്ലേലൂയ. അതിന്റെ 5-ാമത്തെ വാക്യം, മരിച്ചവർ ശേഷമുള്ളവർ. എന്താ അവരുടെ പ്രത്യേകത? യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം, സുവിശേഷം 5-ാമത്തെ 28-ാമത്തെ വാക്യം എന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5:28. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും
പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. എങ്ങനാ? എല്ലാവരും മരിക്കും കേട്ടോ, എല്ലാവരും മരിക്കും. ആർക്കും പറയാൻ പറ്റത്തില്ല എന്റെ പണം കൊണ്ടോ എന്റെ സ്വാധീനം കൊണ്ടോ ഈ ലോകത്തു നിന്ന് പോകാൻ കഴിയത്തില്ലെന്ന് ആർക്കും കഴിയത്തില്ല. എല്ലാവരും മരിക്കും. ഒരിക്കൽ മരണവും ന്യായവനെയും ദൈവം ശേഷിപ്പിച്ചിരിക്കുക. എന്നാൽ അതിനപ്പുറത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. ഒന്നെന്തുവാ? നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും. നന്മ ചെയ്തവർ ജീവനാ, അവിടെ അടുത്ത ജീവിതം തുടങ്ങുക, അടുത്ത ജീവിതം തുടങ്ങുക. തിന്മ ചെയ്തവരെ സെപ്പറേറ്റ് ആക്കുക, അവരെ മാറ്റിവിടുക, അവരെ നിത്യ ന്യായവിധിക്കായി പിന്നെ അങ്ങോട്ട് വിടുക. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 3 ലൂക്കോസ് 20:35. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി 20:35. ലൂക്ക് ചാപ്റ്റർ 20:35. ആ ആ ആ മതി. 1 കൊരിന്ത്യർ 15:25 20 മുതൽ. 1 Corinthians 15:20-25. ആ മരിച്ചവരുടെ പുനരുത്ഥാനം മനുഷ്യൻ പോലും ഉണ്ടായി. മരിക്കുന്നത് പോലെ ക്രിസ്തു എല്ലാവരും ജീവിക്കപ്പെടും. ക്രിസ്തു ക്രിസ്തുവുള്ളവർ അവന്റെ വരവിൽ അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായി ഏൽപ്പിക്കും. മതി. ഇതിന്റെ 51, 53 ഒക്കെ വായിക്കുമ്പോൾ കാണാം. 1 Thessalonians 4:14 മുതൽ വായിക്കുമ്പോഴും കാണാം. ഇന്ന് പകൽക്കാലം മരണ പുനരുത്ഥാനമുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് വല്ല വിധേനയും മരിച്ചവരുടെ എന്തോ വേണം, മരിച്ചവരുടെ എന്തോ വേണം. ആ വാക്ക് ശ്രദ്ധിച്ചു, വല്ല വിധേനയും. അങ്ങനെങ്കിൽ ഈ ശേഷിപ്പിച്ചിരിക്കുന്ന കാലം അത്രയും. ഇന്ന് പകൽക്കാലം ഓർക്കുക, എല്ലാവർക്കും ഒരു മരണമുണ്ട്. എന്നാൽ ഇതിനപ്പുറത്ത് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിത്തീരണം? ഇവിടെ ക്രിസ്തുവിനോട് കൂടെ വസിക്കുക, അവിടെ ക്രിസ്തുവിനോട് കൂടെ ആയിത്തീരുക. ഇവിടെ എല്ലാ നന്മകളും ഉണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, എല്ലാം ദൈവം തരും. അത് ദൈവത്തിന്റെ ഫേവറാ. എന്നാൽ ഇത് പകൽക്കാലം നമ്മുടെ മനസ്സ്, നമ്മുടെ വേര് ലോകത്തിൽ ഇറങ്ങരുത്. ലോകത്തിലുള്ളതൊന്നിലും നമ്മുടെ വേര് ഇറങ്ങരുത്. നിങ്ങൾക്ക് ഒരു മനുഷ്യനെ കൂടെ കാണിച്ചിട്ട് ഞാൻ എന്റെ വാക്ക് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. ആ മനുഷ്യന്റെ പേര് നിക്കോദിമോസ് എന്നായിരുന്നു. നിക്കോദിമോസ് വന്നത്, യേശുവിനെ കാണാൻ വന്നത് രാത്രിയിലാണ് വന്നത്. നിക്കോദിമോസ് പ്രമാണിയായിരുന്നു. നിക്കോദിമോസ് ധനികനായിരുന്നു. നിക്കോദിമോസ് 71 പേരടങ്ങുന്ന സന്നിധി സംഘത്തിന്റെ ഒരു അംഗമായിരുന്നു. യഹൂദ മതത്തെ ചലിപ്പിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന കടിഞ്ഞാണായ ആ സന്നിധി സംഘത്തിന്റെ ഏറ്റവും പ്രമുഖനായ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു നിക്കോദിമോസ് എന്ന് പറയുന്ന മനുഷ്യൻ. നിക്കോദിമോസ് എപ്പോഴാണ് യേശുവിനെ കാണാൻ വന്നത്? രാത്രിയിലാണ് വന്നത്. നമുക്കറിയാം പല ചർച്ചകളും നടക്കുന്നത് രാത്രിയിലാ, അല്ലെ? ഈ രാത്രി യേശുവിനെ വന്ന് കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല ഗുരു യേശുവിനെ വിളിക്കുന്നത് എന്തുവാ? അല്പം സന്തോഷിപ്പിച്ച്, അല്പം സുഖിപ്പിച്ച്, ആ വിളിക്കുന്ന വിളി നിങ്ങൾ കണ്ടോ? ആ വിളിച്ചിട്ട് ചോദിക്കുക. പല കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ യേശു അവിടെ നേരിടുന്നത് എങ്ങനെയാ? ആ സോപ്പിങ്ങിലൂടോ ആ കെയറിങ്ങിലൂടോ ഒരു പരിഗണന കൊടുക്കാതെ, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നീ എന്തോ ചെയ്യത്തില്ല, നീ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. കർത്താവ് ഒന്നും നോക്കുന്നില്ല ഇവൻ ആരാണെന്നോ. എന്നാലും അയ്യോ, നമ്മൾ ചിന്തിക്കുന്ന എന്നാ, അവൻ ഇത്രയും വന്നില്ലേ, ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും പ്രമാണിയായ മനുഷ്യൻ നമ്മുടെ അടുത്ത് വന്നില്ലേ, സോപ്പിട്ട് സന്തോഷിപ്പിച്ച് അവനെ ഒന്ന് ചേർത്ത് നിർത്തി, അല്ലേ ഈ പ്രമുഖനായ വ്യക്തിയെ ഒരു പരിഗണന കൊടുക്കാതെ യേശു പറയുന്നത് എന്തുവാ? അല്ലേ, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എന്തോ ചെയ്യത്തില്ല, കടക്കത്തില്ല. അടുത്ത വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കാം. സിസ്റ്റർ, അടുത്ത വാക്യം മുതൽ വായിക്കാം, സമയമില്ല. കണ്ടോ ആ പുള്ളിയുടെ വർത്താനം? കണ്ടോ? നിങ്ങളത് ചിന്തിച്ചു നോക്കിയാൽ ഭയങ്കര ക്രൂക്കട എന്ന് പറഞ്ഞ ഈ സോപ്പ് ഇതിന്റെ എന്താ, എന്റെ എത്രമാത്രം പറയാമോ അങ്ങനെ നിന്നോണ്ടായി മനുഷ്യൻ സംസാരിക്കുന്നത്. ആരാ ഇത് പറയുന്നത്? യഹൂദന്മാരുടെ ഏറ്റവും വലിയ തലപ്പതി. ഇവരെന്താ പകല് മുഴുവൻ ചെയ്യുന്നത്?
പകല് മുഴുവൻ ഇവനെ എങ്ങനെ കുടുക്കാം, ഇവനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, യേശുവിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് തന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇവരുടെ കൂടെയുള്ള ആളുകൾ മുഴുവൻ ഇപ്പൊ ആരുടെ കൂടെ? യേശുവിനൂടെ പോവുക. യേശു എവിടെ ഉണ്ടെന്ന് കാണുക, അവിടെ മുഴുവൻ ജനത്തിരക്ക. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ രാത്രി വന്നിട്ട് എന്താ ചെയ്യുന്നത്? നല്ല ഗുരു അല്ലെ, നീ ദൈവത്തിന്റെ ഇടക്കിൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അടുത്തത് ആ ആ ആ ആ ആ എങ്ങനെ ജനിക്കണം? എങ്ങനെ ജനിക്കണം? എല്ലാവരും അങ്ങനെ ജനിച്ചിട്ടുണ്ടോ? എനിക്കൊരു സംശയമാണ് ചില സമയങ്ങളിലൊക്കെ. അങ്ങനെ ജനിച്ചിട്ടുണ്ടോ? ആ ജനിച്ചിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം അല്ലേ? പ്രിയമുള്ളവരെ, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മെ ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്ന വിഷയമൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം? സ്തോത്രം. ചില സമയമൊക്കെ അതൊക്കെ പൊട്ടി പുറത്തു പോകും. എന്നാലും മടങ്ങി വരണം, മടങ്ങി വരണം. ഹല്ലേലൂയ. അടുത്തത് ആ ആ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. വൃദ്ധനായ ശേഷം എങ്ങനെയാ ഇനി ജനിക്കുന്നത്? അല്ലേ? ഇത്രയും ആയി എല്ലാം കൊണ്ട് ഇത്രയും തികഞ്ഞ് നിൽക്കുന്ന അനുഭവത്തിൽ എങ്ങനെ ഇനി ജനിക്കും? അടുത്തത് ആ ആ ആ ആ ആ ആദ്യം എന്താ യേശു പറഞ്ഞേ? നീ പ്രവേശിക്കത്തില്ലെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ എന്നാ പറഞ്ഞേ? ഞാൻ നിന്നോട് ഇച്ചിരി കൂടെ ആണയിട്ട് പറയുക, ഇച്ചിരി കൂടെ സ്ട്രെസ് എഴുതി പറയുക, ഇച്ചിരി കൂടെ കനപ്പെടുത്തി പറയുക. നിന്നോട് ഞാൻ പറയുക, നീ വെള്ളത്താലും ആത്മാവിനെയും ജനിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്തില്ല? ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അവിടെ ഇങ്ങനെ ടെക്നിക്കിലൂടെ കയറാൻ പറ്റുന്ന വഴിയില്ല. അവിടെ ഇങ്ങനെ പിൻവാതിൽ നിയമമില്ല. അവിടെ ഒറ്റ വഴിയേ ഉള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ട്. അത് നമുക്ക് നോക്കിയാൽ സിമ്പിൾ ആണ്, അത് ഇടുക്കമാണ്, ഞെരുക്കമാണ്, അല്ലേ? മറ്റ് വീതിയുള്ള വഴിയുണ്ട്, വിശാല വഴിയുണ്ട്. ഇത് ഞെരുക്കമാണ്, ഞെരുങ്ങണം, ഒതുങ്ങണം, നമ്മെ തന്നെ പരിമിതപ്പെടുത്തണം, അല്ലേ? അടുത്തത് ആ ആ ആ ആ ആശ്ചര്യപ്പെടരുത്. നിന്റെ അടിമുടി മാറണം നിക്കോദിമോസ്. നീ നാർക്കാണ്ട് വേണ്ടി PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ? നിന്റെ പൊസിഷനിൽ ഇരുന്നു കൊണ്ട്, നിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് നീ അങ്ങനെ ആ സ്ഥാനത്ത് വന്ന് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? നീ പലതും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ നീ മടങ്ങി വന്ന് നിന്റെ ഇന്ന് ചിന്തിക്കുന്നതെല്ലാം മാറ്റി വെച്ച് നീ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് പഠിക്കണം. അടുത്തത് ആ ആ ആ ആ ആ അതെ ആ ആ ആ അതെ ആ ആ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാ, വലിയ പൊസിഷനിൽ ഇരിക്കുക. എന്നിട്ടും അറിയേണ്ട പലതും ഇവന് എന്ത് ചെയ്തില്ല. പലരും വലിയ അറിവുള്ളവരായിട്ടൊക്കെയാ നടക്കുന്നത്. കാര്യങ്ങളിലേക്ക് വരുമ്പോ അവർക്ക് ഒട്ടും എന്തില്ല, അറിവില്ല. അടുത്തത് ആ ആ ആ ആ ആ ആ മക്കളെ, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾ സ്വർഗത്തിലുള്ളത് പറഞ്ഞിട്ട് എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കണേ അല്ലേ? കാണാതെ വിശ്വസിക്കുന്നവരെന്തുവാ? ഭാഗ്യവാന്മാരാ. ഇത് പകൽക്കാലം കർത്താവിനെ അടുത്തറിയണം കേട്ടോ, അടുത്തറിയണം. നമ്മൾ ഇന്ന് ഏറ്റവും കൊണ്ടു നടക്കുന്ന സാധനം ഒന്നുമില്ലാതായി മാറും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ചിലര് അധികാരമോഹികളായിട്ട് നടക്കുന്നുണ്ട്. അവരുടെ അധികാരം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ
സാധാ മനുഷ്യരായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ? ഇത്രേ ഉള്ളൂ. ലോകത്തിന്റെ സിസ്റ്റം ഇത്രേ ഉള്ളൂ. മനുഷ്യൻ പിന്നെ പിന്നെ എന്തിനൊക്കെയോ വേണ്ടി വെപ്രാളപ്പെടുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിൽ കൂടുതൽ നമുക്കൊന്ന് പരിമിതപ്പെടാം. ഈ മനുഷ്യൻ ഈ 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇദ്ദേഹം ഒരു പരീക്ഷ പ്രമാണിയായിട്ടും അദ്ദേഹത്തിന്റെ ആ പദവി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യനുണ്ടായിരുന്ന ചെറിയ വ്യത്യാസം നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിന്റെ 50-51 വാക്യം ഒന്ന് വായിച്ച്. 7:50-51. ആ ആ ആ ആ ഇപ്പൊ യേശുവിനെ അല്പം സപ്പോർട്ടായിട്ടാ സംസാരിക്കുന്നത്. അപ്പൊ അല്പം ഡിസ്റ്റൻസ് ഇട്ടോണ്ടാ യേശുവിനോട് സംസാരിക്കുന്നത്, യേശുവിന് വേണ്ടി സംസാരിക്കുന്നത്. ഇതിനെ ബാക്കിൽ നിന്ന് വായിച്ചു വരുമ്പോ കാണാം, ഇവനെ കൊല്ലാൻ വേണ്ടി ആളുകളൊക്കെ വിട്ട് ഇവനെ തന്ത്രപൂർവം പരിപാടികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിൽ നിന്നുകൊണ്ടാണ്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അല്പ സെന്റിമെന്റ്സ് യേശുവിനോടുണ്ട്. മനസ്സിലായോ? 3-ാം അധ്യായത്തിൽ നിന്ന് എന്തോ ചിലത് ഈ പുള്ളിയെ ആ രാത്രിയിൽ ടച്ച് ചെയ്തു, സ്വാധീനിച്ചു. എവിടൊക്കെയോ ചില കാര്യങ്ങൾ സ്വാധീനിച്ചു. അതും നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോവാ. മനസ്സിലായോ? നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. അത് ഇതിലെ കേട്ട് ഇതിലെ വിടുന്നത് പോലെ അല്ലായിരുന്നു നിക്കോദിമോസ് അച്ചായൻ. മനസ്സിലായോ? ഇപ്പൊ എന്തായി? വീട്ടിൽ പോയിട്ട് ഈ അധ്യായം ഒന്ന് വായിക്കണം, നമുക്ക് സമയമില്ല. ഇനി 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അതിന്റെ 39-ാം വാക്യം ഒന്ന് വായിച്ചു. ഇപ്പൊ പബ്ലിക്കിലാ. നാട്ടിൽ വലിയൊരു സംഭവം നടന്നിരിക്കുക, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ. യഹൂദന്മാരെല്ലാം കൂടെ കൂടി ആരെ ക്രൂശിച്ചത്? ഇവനാരാ? യഹൂദന്മാരുടെ പ്രമാണിയാ, ഉപദേഷ്ടാവാ. അരിമത്യക്കാരനെ യോസഫ് യേശുവിന്റെ ശരീരം പോയിട്ട് പീലാത്തോസിനോട് ചോദിച്ച് പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫാമിലി കല്ലറ, കുടുംബക്കല്ലറക്കകത്ത് വെക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് ശരീരം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ നാട്ടിൽ ഭയങ്കര ചർച്ചയാ. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഭയങ്കര ചർച്ച നടക്കുക. ഈ ചർച്ചയിൽ ഇപ്പം ഏറ്റവും പരിമള തൈലം എന്ന് പറഞ്ഞ വിശേഷ സുഗന്ധദ്രവ്യമൊക്കെ എടുത്തോണ്ട് വന്നിരിക്കുന്ന ആരാ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ പുള്ളിക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പുള്ളിയുടെ പൊസിഷൻ പോകത്തില്ലേ? ഇനി നിർത്തുമോ? കൂടെ നിർത്തിയില്ല, പൊസിഷൻ പോയി, പണമെല്ലാം പോയി, ദരിദ്രനായി രക്തസാക്ഷിയായെന്ന ചരിത്രം പഠിക്കുമ്പോ കാണുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതാ ലോകം. അറിഞ്ഞതിന് വേണ്ടി വില കൊടുത്ത് നിൽക്കണം, തല പോകുവോളം നിൽക്കണം. പ്രിയമുള്ളവർ, അതാ ക്രിസ്തു ശിഷ്യന്റെ പ്രത്യേകത. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശ് എടുക്കുന്നുവെങ്കിൽ, എടുക്കാതെ അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ലോകപ്രകാരം പലയിടത്തും വേദികളൊന്നും കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ, പല മാന്യതകളൊന്നും കിട്ടിയെന്ന് വരുന്നില്ല, പല സുഹൃത്തുക്കളും എപ്പോഴും ഉണ്ടായെന്നും വരത്തില്ല. ഓർത്തോണം, കർത്താവ് ഉണ്ടെങ്കിൽ വീട്ടിലെല്ലാം ഉണ്ട്. കർത്താവ് വീട്ടിലുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. നിനക്ക് സമാധാനം വേണോ? ഉണ്ട്. ആശ്വാസം വേണോ? ഉണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിനെ തന്നെ